ഷീജ അനീഷ്. ഇന്ന് എക്സലൻറ്റ് ഫാഷൻ എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ പാർട്ട് ഫസ്റ്റായിട്ട് നമ്മൾ നടത്തുന്നത് ആദ്യം മെഷീൻ പരിചയപ്പെടുക അല്ലേ. ഒരു തയ്യൽ മെഷീൻ നമ്മൾ ഒരു വർക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസിക് അറിഞ്ഞിരിക്കണം. ഒരു മെഷീൻ എന്താണെന്നും അതിലെ പാർട്സുകളുടെ പേരുകൾ എന്താണെന്നും അറിഞ്ഞിരിക്കണം. ഇന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ട് പഠിക്കുന്നത് മെഷീൻ പരിചയപ്പെടുക എന്നാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നും സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ ഡൗട്ടുകളും ഇതിലൂടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ക്ലാസ്സാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ ബന്ധപ്പെടുക. ഓഫ്ലൈനായി പഠിക്കുവാൻ ആഗ്രഹമാണെങ്കിൽ ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കരമന തളിയലിൽ പ്രവർത്തിച്ചു വരുന്ന സോറി ബോയ്സ് ഒള്ളി ഗേൾസ് ഫാഷൻ ഡിസൈനിങ് സെൻറ്റർ എന്ന സ്ഥാപനവുമായി നേരിട്ട് ബന്ധപ്പെടുക. അപ്പോൾ നമ്മളെ മെഷീനിൽ പരിചയപ്പെടുമ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡിനടുത്തായി നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് കറക്കുന്ന ഒരു ചെറിയ വീലുണ്ടല്ലേ, ഈ വീലിന് പറയുന്ന പേരാണ് ഹാൻഡ് വീൽ അല്ലെങ്കിൽ ബാലൻസ് വീൽ. അപ്പോൾ ഈ വീലിൻ്റെ പേരെന്താ? ഹാൻഡ് വീൽ അല്ലെങ്കിൽ ബാലൻസ് വീൽ. അപ്പം മെഷീൻ്റെ അത് കഴിഞ്ഞെന്താണ്, രണ്ട് ഇങ്ങനെ കമ്പി പോലെ രണ്ടിത് കാണും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നൂലിടാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഈ ഡിവൈസിനെ പറയുന്നത് സ്പൂൾ പിൻ. അപ്പോൾ ഇത് രണ്ടും എന്താ? സ്പൂൾ പിൻ. അപ്പം നൂല് നമ്മൾ ഇവിടെ ഇട്ട് ഇതുവഴി നമ്മളെടുത്ത് ഇവിടെ ഒരു സ്പ്രിങ് പോലെ ഒരു ഡിവൈസ് ഉണ്ട്. ഈ ഡിവൈസിനും ഒരു നമ്മൾ വിചാരിക്കും നൂലിടുന്ന ഇതിന് പ്രത്യേകിച്ച് പേരില്ല എന്നല്ലേ. അപ്പോൾ ഇതിന് പേരുണ്ട്. ഇതിൻ്റെ പേരെന്താ? ടെൻഷൻ ഡിസ്ക് എന്നോ ടെൻഷൻ ഡിവൈസ് എന്നോ പറയാം. അപ്പോൾ ഇതിന് പറയുന്ന പേര് ടെൻഷൻ ഡിവൈസ്. ആ നൂല് നമ്മൾ ഇതിനകത്ത് ഈ സ്പ്രിങ്ങിനകത്തൂടെ ഇങ്ങനെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തൂടെ കൊണ്ടുവരുമല്ലേ. ഈ ഹോളിന് ഇതിനെ പറയുന്നത് ടേക്കപ്പ് ലിവർ. അപ്പോൾ ഇതിനെ എന്ത് പറയും? ടേക്കപ്പ് ലിവർ അല്ലേ. ഇതുവഴിയാണ് നമ്മൾ നൂലെടുക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോബിനിൽ നൂല് ചുറ്റുന്നത് ഏതാണ്? ഇവിടെയാണ് നൂല് ചുറ്റുന്നതല്ലേ. അപ്പം ഇതിനെ പറയുന്നത് എന്താണ്? ബോബിൻ വിൻഡർ. അപ്പം ഇതിനെ പറയുന്ന പേര് ബോബിൻ വിൻഡർ. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തയ്യലിടുമ്പോൾ തയ്യൽ എന്ത് ചെയ്യും? നീളത്തിലോ അതിൻ്റെ സ്പേസ് കുറച്ചും കൂട്ടിയും ചെയ്യുന്നത് ഈ ഡിവൈസ് കൊണ്ടാണല്ലേ. അപ്പോൾ ഇതിനെ എന്ത് പറയും? സ്റ്റിച്ച് റെഗുലേറ്റർ. നമ്മൾ സ്റ്റിച്ച് ഇടുന്നതിന് അതിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനാണ് ഈ പോർഷന് പറയുന്നത്. ഇതിന് എന്താണ് പറയുന്നത്? സ്റ്റിച്ച് റെഗുലേറ്റർ. അപ്പം നമ്മൾ ഈ ഈ പ്രിസർവ് എന്ത് ചെയ്ത് പ്രിസർ ഫുട്ട് അല്ലേ. ഈ പ്രിസർ ഫുട്ട് ഈ പൊക്കുകയും താക്കുകയും ചെയ്യുന്നതിന് പറയുന്നത് എന്താണ്? പ്രിസർ ഫുട്ട് ലിഫ്റ്റർ. അപ്പോൾ ഈ പാർട്ടിന് ഇതാണ്, ഈ പാർട്ടിനെ പറയുന്ന പേര് പ്രിസർ ഫുട്ട് ലിഫ്റ്റർ. നമ്മൾ നോക്കേണ്ട മെഷീനിൽ നോക്കുമ്പോൾ ഇതുപോലൊരു പ്ലാറ്റ് കാണും. ചില മെഷീനിൽ ഇത് ഇങ്ങോട്ട് നീക്കും അല്ലേ. നിങ്ങളുടെ മെഷീനിൽ എങ്ങനെയാണ്? അപ്പോൾ ഇത് ഇങ്ങോട്ട് നീക്കിയാൽ ഈ മെഷീനിൽ ഓരോ കമ്പനിക്കാരുടെ ഇതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പൊക്കുന്നതാണല്ലേ. അപ്പോൾ ഈ പ്ലാറ്റിന് പറയുന്നത് സ്ലൈഡ് പ്ലാറ്റ്. അപ്പോൾ ഇതിനെ പറയും സ്ലൈഡ് പ്ലാറ്റ്. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബോബിനിങ് കേസ് വിടുന്ന ഈ പോർഷന് പറയുന്നത് എന്താണ്? ബോബിൻ കേസ് ഫോൾഡർ അല്ലേ. ഇത് ബോബിൻ കേസ് ഫോൾഡർ എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇവിടെയാണ് നമ്മളെന്താണ് ബോബിൻ കേസ് നമ്മൾ ഇടുന്ന സ്ഥലത്തെയാണ് ബോബിൻ കേസ് ഹോൾഡർ എന്ന് പറയും അല്ലേ. അടുത്ത് നമ്മൾ ഈ പല്ലിനടിയിൽ ഇവിടെ ഈ ഒരു പോർഷനുണ്ട്. ഇതിനെ പറയുന്നത് ഫീഡ് ഡോഗ്. ഇതിനെ എന്ത് പറയും? ഫീഡ് ഡോഗ്. അപ്പോൾ ഇത് പറയുന്ന സ്ലൈഡ് പ്ലാറ്റും. എന്നാൽ ഈ ഇപ്പുറത്തെ ഈ ഇത്രയും പോർഷനെ നമ്മൾ എന്ത് പറയുന്നു? നീഡിൽ പ്ലാറ്റ്. അപ്പോൾ ഈ തയ്ക്കുന്ന ഈ ഇത്രയും പ്രതലത്തെ നമ്മൾ നീഡിൽ പ്ലാറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞ് നമുക്ക് അറിയാം മെഷീനിൽ മേളിലത്തെ പാർട്ട് ഇത്രയുമായി. ഇനി താഴെ നമ്മൾ ഈ ചവിട്ടുന്ന പോർഷൻ അല്ലേ, ഈ ചവിട്ടുന്ന പോർഷന് നമ്മൾ പറയുന്നത് ഫൂട്ട് പെഡൽ അല്ലേ. നമ്മൾ കാലുകൊണ്ട് ചവിട്ടുന്ന ഇതിനെ ഫൂട്ട് പെഡൽ എന്നും ഈ ഒരു വലിയ വീലിനെ ബാൻഡ് വീലെന്നും പറയും അല്ലേ. എല്ലാ മെഷീനിലുള്ള ഈ വലിയ വീൽ എന്താണ്? ബാൻഡ് വീൽ. ഇത് ഫൂട്ട് വീൽ അല്ലേ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ വിളിച്ച് ചോദിക്കുകയോ കമൻറ്റിലൂടെ ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറക്കരുത്, നമ്മുടെ ചാനലിൻ്റെ പേര് എക്സലൻറ്റ് ഫാഷൻ. ഫാഷൻ കാണുക, എക്സലൻ്റായി സ്റ്റിച്ചിങ് പഠിക്കൂ.